മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ വിട പറഞ്ഞിട്ട് 37 വർഷം തികയുന്ന ദിവസമാണിന്ന്. 1989 ജനുവരി 16 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരു അഭിനേതാവ്, അതിലൊക്കെ ഉപരി ഒരു സർവോപരി ഒരു നല്ല മനുഷ്യൻ. മഹാനായ കലാകാരൻ എന്നോടൊപ്പം നല്ല മനുഷ്യൻ, അത് വളരെ അപൂർവമാണ്. നല്ല കലാകാരന്മാർ നല്ല മനുഷ്യരാവണമെന്നില്ല. ഒരു അസാമാന്യമായ ഒരു മനുഷ്യൻ, എല്ലാവരോടും ദയകാട്ടി. അദ്ദേഹത്തെ കുറിച്ച് ഒരാൾ ഒരു മോശം ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ശത്രുത എന്നൊരു സംഭവം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് സിനിമകളുടെ സെറ്റിൽ നിന്ന് ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, അതായത് പ്രത്യേകിച്ച് പഴയകാല സിനിമകളുടെ സെറ്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഥകളിൽ നസീറിൻ്റെ പേരും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിനെ സംബന്ധിച്ച് വന്നിട്ടില്ല. നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വളരെ വലിയൊരു റെക്കോർഡിനുടമയാണ്. ഒരു 720 സിനിമയിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ഒരു അഭിനയമല്ല, നായകൻ എന്നുള്ളതാണ് പ്രത്യേകത. നായക കഥാപാത്രമായിട്ട് 600 സിനിമയിൽ അഭിനയിച്ചു. അതിലൊക്കെ ഒരു ഷീലാമ്മയ്ക്കൊപ്പം, നടി ഷീലയ്ക്കൊപ്പം 130 സിനിമയിൽ ജോഡികളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് സേതുമാധവൻ സാറിനെ ഞാൻ പണ്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. നസീറിനെക്കുറിച്ച് അദ്ദേഹം വളരെ വികാരത്തോടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം പ്രേം നസീറും അദ്ദേഹം ഏതൊരു വിദേശ സംവിധാനം പരിചയപ്പെടുന്ന വേളയിൽ ഇങ്ങനെ ഇത്തിരി സിനിമയിൽ ഒരു നായിക എന്ന് പറഞ്ഞപ്പം പുള്ളി പൊട്ടിച്ചിരിച്ചിട്ട് ആ സായിപ്പ് ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യയും നായിക തമ്മിൽ മാറിപ്പോവില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ഈ നായികയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സംവിധായകരുടെ കാര്യത്തിലും അദ്ദേഹം റെക്കോർഡുണ്ട്. അതായത് ഒരു സംവിധായകൻ്റെ സിനിമയിൽ ഏറ്റവും കൂടുതൽ 109-110 സിനിമയിൽ ശശികുമാറിൻ്റെ ഒപ്പം അദ്ദേഹം അഭിനയിച്ചു, നായകനായിട്ട് അഭിനയിച്ചു. അപ്പോൾ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു 52 മരുമകളിലൂടെയാണ് സിനിമ രംഗത്തേക്ക്. സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാകാതെ പോയി. ഈ യേശുദാസിന് ഇന്നുള്ള ഈ ഒരു പ്രശസ്തിയും പേരും ശരിക്കും യേശുദാസ് എക്സ്പോസ് ചെയ്യപ്പെട്ടത് പ്രേം നസീറിലൂടെ. രണ്ടൊരു ശബ്ദം തമ്മിൽ ഭയങ്കര സാദൃശ്യമുണ്ടല്ലേ, വളരെ. അത് മാത്രമല്ല, ദാസേട്ടൻ്റെ ഒരു കഴിവ് ഏത് നടനാണോ ആ നടന് അനുസരിച്ച് പുള്ളിയുടെ പാട്ടിൻ്റെ മോഡുലേഷനും ടോണും ഒക്കെ മാറ്റി പാടും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിൽ റേഡിയോയിലൂടെ ദാസേട്ടൻ പാടുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ നസീർ സാർ ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നു, മരം ചുറ്റി പാടുന്നു. നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നസീർ സാറിന്റെ സൗണ്ടായിട്ട് ദാസേട്ടന്റെ ശബ്ദത്തെ നമ്മൾ വീട്ടിലെ നസീർ സാറായിരുന്നു ദാസേട്ടന്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത ഒരാൾ. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു അവാർഡ് പോലും ആ പടം ഒരു എന്തോ മികച്ച നടനുള്ള അവാർഡൊന്നുമല്ല, എന്താ സ്പെഷ്യൽ ജൂറി പരാമർശം, അങ്ങനെ ജൂറി പരാമർശം സംസ്ഥാന സർക്കാരിന്റെ മാത്രമാണ് അദ്ദേഹത്തിന്. ഇവര് കാണാത്ത ഈ അടിമകൾ സിനിമ, അടിമകളിൽ പൊട്ടൻ വേല എന്ന കഥാപാത്രമാണ്. അതുപോലെ ഇരുട്ടിന്റെ ആത്മാവിലെ കഥാപാത്രം, അതുപോലെ എന്തിന് പടയോട്ടത്തില്, എൻ്റെ ജീവിതത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയ പടയോട്ടത്തിലെ പോലും ഇത്ര മികച്ച കഥാപാത്രം ഒരു അവാർഡ് കൊടുക്കാമായിരുന്നു. പക്ഷെ അന്ന് നമുക്കറിയാമല്ലോ, മറ്റേ ഈ ഉച്ചപ്പടത്തിന്റെ അഭിനയിക്കുന്നതിന് അവാർഡ് കൊടുക്കും. അന്ന് സിംഗിൾ ബീഡി വലിച്ചിരിക്കുന്ന സിനിമ തുടങ്ങുന്ന തീർന്നതിനെ വലിച്ചോണ്ടിരിക്കണം. അത് അന്ന് നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു പൊതുബോധമായിരുന്നു. ഈ അവാർഡ് പടം എന്ന് ഒരു വാക്കുണ്ട്, അതാണ് ഇപ്പൊ ഇല്ലാതായിരിക്കുന്നത്. പ്രിയദർശനൊക്കെ പല പടത്തിലും കളിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ. അതുപോലെ തന്നെ ടെക്നിക്കലി മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന സിനിമകളുണ്ടല്ലോ. അപ്പോൾ ഈ 70mm സിനിമ, അതുപോലെ സിനിമാസ്കോപ്പ്, ഈ മലയാളത്തിൽ ആദ്യത്തെ സിനിമാസ്കോപ്പ് തച്ചോളിയമ്പു. ശരിക്കും ഷൂട്ടിംഗ് ആദ്യം തുടങ്ങിയത് അലാവുദ്ദീൻ അത്ഭുത വിളക്കുമാണ്, പക്ഷെ ആദ്യം ഇറങ്ങിയത് തച്ചോളിയമ്പുവാണ്. തച്ചോളിയമ്പുവിൽ അദ്ദേഹമായിരുന്നു നായകൻ. അതുപോലെ 70mm പ്രത്യേക സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു പടം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പടയോട്ടം സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലുള്ള സിനിമയായിരുന്നു പടയോട്ടം. കാരണം ഇത്ര വിശാലമായ ഒരു ക്യാൻവാസിൽ നമ്മളൊക്കെ ടൈറ്റാനിക് സിനിമ കണ്ടു കഴിയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് ഇതൊരു വലിയ ടാങ്കിനകത്ത് ഷൂട്ട് ചെയ്യും. പടയോട്ട സിനിമ ഔട്ട്ഡോറിൽ കടലിൽ ചിത്രീകരിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി കണ്ടു കഴിഞ്ഞാൽ രാമേന്ദ്ര ബാബു സാറായിരുന്നു ക്യാമറമാൻ. അതിലൊക്കെ ഉപരി ഏറ്റവും മനോഹരമായ രീതിയിൽ നസീർ സാർ ഡബ് ചെയ്ത പടമാണ് പടയോട്ടം. രണ്ട് കഥാപാത്രങ്ങളെയാണ്. കടൽ കൊള്ളക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഒരു ഉദയൻ തമ്പുരാനും അതിനുശേഷം വരുന്നത് ആ രണ്ടിനടുത്തേയും തമ്മിലുള്ള വോയിസ് മോഡുലേഷൻ, അതിനെ എനിക്ക് തോന്നുന്നു ആരോ ഇത് അനുകരിച്ച് കാണിക്കുമായിരുന്നു.
കോട്ടയം നസീർ ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്. നസീർ സാറിനെ എല്ലാവരും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ നസീർ സാറിൻ്റെ ഏറ്റവും മനോഹരമായ വോയിസ് മോഡുലേഷൻ വന്ന സിനിമയാണ് ഈ പടം. നമ്മൾ നേരൊക്കെ സംസാരിക്കുന്നത് 1 വർഷം 39 സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചത് നായകൻ. അതെ, 1979 അത്രയും സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഇപ്പം മമ്മൂട്ടിക്ക് ഇപ്പോൾ ഇത്രയും പ്രായമുണ്ട്, ഇപ്പോഴും അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുകയാണ്. നസീർ സാർ പക്ഷേ അദ്ദേഹത്തിന് ഈ മമ്മൂട്ടിയുടെ ഒക്കെ പ്രായത്തിന്റെ പകുതി വെച്ച് തന്നെ അദ്ദേഹം അച്ഛൻ റോളുകളിലേക്ക് മാറിക്കഴിഞ്ഞു. കാര്യനിസാരത്തിലെ കഥാപാത്രം. അതെ, എത്ര ഗംഭീരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ആ സിനിമയിലെ. അവസാനം വന്ന സിനിമകളിലൊക്കെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അദ്ദേഹത്തിന്റെ മകനായിട്ടും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു കഥ, അതായത് 80കളിൽ തൊട്ട് അദ്ദേഹം ഈ ക്യാരക്ടറിലേക്ക് ധ്വനിയില് അദ്ദേഹം ജഡ്ജായിട്ട് ആ സിനിമയിൽ ശരിക്കും നായകൻ ജയറാമാണ്. അപ്പം നസീർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ, ഈ പറയുന്ന നോവലുകൾ സിനിമയാക്കിയപ്പോൾ അതിലും അദ്ദേഹമാണ് കൂടുതൽ കഥാപാത്രം. അതെ, ഈ നോവലുകളിലെല്ലാം അദ്ദേഹം. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ആദ്യത്തെ ഓപ്ഷൻ പ്രേം നസീർ എന്നുള്ളതാണ്. അതുപോലെ എല്ലാ സെറ്റുകളിലും ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥകളാണ്. ഇപ്പം പൊട്ടിയ പടത്തിന് ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കുകയോ പൈസ തിരിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുള്ള അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. മാത്രം അദ്ദേഹം സ്വന്തം സിനിമ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇത്രയും സിനിമയിൽ അഭിനയിച്ച ആൾ. ഇന്നത്തെ പല നടന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ 2 സിനിമ അഭിനയിച്ച 3ാമത്തെ പടം ഞാൻ നിർമ്മിക്കാമെന്ന് പറയും. അതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നുള്ളത്. അത് തീർച്ചയായും. കാരണം അദ്ദേഹത്തിന് അത് ഒരു തെറ്റായ ധാരണയുടെ പുറത്താണ് അദ്ദേഹം ഇറങ്ങിയെന്നാണ് നമുക്ക്. 87 അദ്ദേഹം അന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ UDF വേണ്ടി ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിരുന്ന അദ്ദേഹം കോൺഗ്രസ്സുകാരൻ. അപ്പം അതിന് അന്ന് അദ്ദേഹത്തെ ഒന്നും മിന്നായം പോലെ കണ്ടത്, രാത്രി വളരെ വൈകി കാണുന്നത്. പിന്നെ മത്സരിച്ചില്ല. പക്ഷെ അതിന് വീടിരിക്കുന്ന വാർഡിൽ പോലും കോൺഗ്രസിനോട് ലീഡ് ചെയ്യാൻ പറ്റിയില്ല, ചെറിയെങ്കിലും. ആ ദിവസങ്ങളിൽ ഒരിക്കൽ അദ്ദേഹം കോൺഗ്രസിനുണ്ടായിരുന്ന സമയത്ത് ഞാൻ പാളയത്ത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഇറങ്ങിയാണ് നടന്നത്. വിജയ് ഹാളിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പം ഞാൻ നടന്നു വരുമ്പോൾ കാർ അകത്തോട്ട് പോയപ്പോൾ അദ്ദേഹം നസീർ സാറാണെന്ന് സംശയം തോന്നി എനിക്ക്. ചിലപ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു. ഒത്തിരി സുന്ദരനെന്നറിയാം. അദ്ദേഹം മരിക്കുന്ന ഒരു 5-6 മാസം മുമ്പായിരിക്കും. അത് ഈ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനൊപ്പം സുന്ദരനായിരുന്നു ഉമ്മർ. പക്ഷെ നസീറിന് മുമ്പിൽ ഉമ്മർ 2ാം സ്ഥാനത്തേക്ക് പോയി. കാരണം അത്ര നമ്മൾ നസീർ സാറിനെ കൂടുതലും കണ്ടിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ്. ആ മുഖത്ത് വരുന്ന ആ മുഖം, അദ്ദേഹത്തിന്റെ ആ ഒരു രീതി, പിന്നെ ഈ ഹെയർ സ്റ്റൈല്, അന്നത്തെ യുവാക്കളുടെ രോമാഞ്ചമായിരുന്നു. പഴുതാര മീശ. പിന്നെ അദ്ദേഹം ഇത് മാറ്റി എഴുതിയ സിനിമകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പി സാർ അടക്കമുള്ളവർ കൊണ്ടുവന്ന അദ്ദേഹത്തിന് കോമഡി ചെയ്യുന്ന വേഷം കൊടുത്തു. അദ്ദേഹത്തിന്റെ ഇരട്ടി മധുരം കണ്ട സിനിമയാണെന്നാണ്. അതുപോലെ ഈ പിന്നെ വാല് മുറുക്കി കെട്ടിയ പെണ്ണിന്റെ കാല് പിന്നെ വേറെ വികടകവി എന്ന് പറഞ്ഞ സിനിമ, വികടകവിയിലുണ്ടായിരുന്നു. ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ പഴയ ഹരിഹരന്റെ സിനിമ. ലങ്കാദഹന സിനിമയിൽ അദ്ദേഹം CID ആണ്. പക്ഷെ ആദ്യം അദ്ദേഹം ഭയങ്കര തമാശക്കാരനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ CID ആയിട്ട് അഭിനയിച്ച ഒരാളും. ഒരുപക്ഷെ എനിക്കൊന്ന് ഒരു സീക്വൽ, അതായത് CID സിനിമകളുടെ സീക്വൽ തുടങ്ങിയത് നസീറിനെ വെച്ചിട്ടാണ്. ഈ കണ്ണൂർ ഡീലക്സ്, കൊച്ചിൻ എക്സ്പ്രസ്, CID നസീർ, അതുപോലെ ലങ്കാദഹനം, അങ്ങനെ കുറച്ച് സിനിമകൾ വരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അതായത് ഒരു കാലഘട്ടത്തെ അപ്പോഴും ഓർത്തോണം, മറ്റാൾക്കാർ ഇല്ലാഞ്ഞിട്ടല്ല. സത്യനുണ്ട്, മധുണ്ട്, ഉമ്മറുണ്ട്, സോമനുണ്ട്, വിൻസെന്റ് ഉണ്ട്, ഈവൻ കമലഹാസൻ പോലും ഉണ്ട്. കമലഹാസൻ പോലും ഉയർന്നു വരുന്ന ഒരു സമയമാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു സായന്തന സമയത്താണ് മമ്മൂട്ടിയും മോഹൻലാലും ഉദയം ചെയ്തത്. ശങ്കർ, മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ ഉദയം ചെയ്യുന്ന ആ സമയത്താണ്. അവരെല്ലാം അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച് നടന്ന ആൾക്കാർ. പക്ഷെ ഞങ്ങളെപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് നസീർ അദ്ദേഹം അന്തരിച്ചത് 62ാമത്തെ വയസ്സിലോ മറ്റോ ആണ്. പക്ഷെ നമ്മുടെ മനസ്സിലെന്നും അദ്ദേഹം ചെറുപ്പക്കാരൻ തന്നെയാണ്. ഒരു വൃദ്ധനായ നസീർ നമ്മളാരും കണ്ടിട്ടില്ല. ഒരു 70-80 വയസ്സായ വളരെ ആവശ്യ നിലയിലുള്ള ഒരാളിനെ ഇല്ല, നമുക്കത് ഓർക്കാനേ പറ്റിയിട്ടില്ല. കാരണം ഇപ്പം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നസീറിനെ അനുകരിച്ച സിനിമയൊന്ന ആളാണ് ജയറാം. അദ്ദേഹം നസീറിന്റെ തന്നെ കഥ പറഞ്ഞ, നസീറിന്റെയും വിജയശ്രീയുടെയും കൂടെ കഥ പറഞ്ഞൊരു സിനിമയാണ് നായിക സിനിമ. ആ നായിക സിനിമയിൽ അദ്ദേഹം ശരിക്കും നസീറിനെ അനുകരിച്ചാണ് അഭിനയിക്കുന്നത്. ആ പാട്ടൊക്കെ അതുപോലെ ഇത് സാങ്കല്പികം മാത്രമാണെന്ന് നമുക്ക് ആദ്യം സിനിമയിൽ എഴുതി കാണിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആ സിനിമ വന്നിരിക്കുന്നത് ആ തരത്തിലാണ്. ആ സിനിമ
വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നസീറിനെ അനുകരിച്ച് സിനിമയിലെത്തിയ ജയറാമിന് നസീർ സാറിനൊപ്പം ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതും അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയായിട്ട് മാറുകയും ചെയ്തു. ഈ ക്യാമറമാൻ രാമേന്ദ്ര ബാബു സാറിന് അദ്ദേഹത്തിന്റെ നമുക്ക് അടുപ്പമായിരുന്നു എനിക്ക് അദ്ദേഹമായിട്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നസീർ സാറിന് ഏറ്റവും വലിയ പ്രത്യേകത ഏത് ആംഗിളിൽ നിന്ന് ക്യാമറ വെച്ചാലും സുന്ദരനാണെന്ന് പറഞ്ഞു. എങ്ങനെ വെച്ചാലും സുന്ദരനായിരിക്കും എന്ന് പറയും. അദ്ദേഹത്തെ വികൃതമാക്കാൻ വടക്കൻ പാട്ട് സിനിമകളിലൊക്കെ ഒത്തിരി പണിപ്പെട്ടിട്ടുണ്ട്. പിന്നെ നാഗമടത്ത് തമ്പുരാട്ടി സിനിമയിൽ നസീറിനെ വിരൂപനാക്കുന്നുണ്ട്. ആ വിരൂപത്വത്തിൽ പോലും നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോഴേ നമുക്കറിയാം വളരെ സുന്ദരനായിട്ടാണ്. എങ്ങനെ നോക്കിയിട്ടും മേക്കപ്പ് കൊണ്ട് പോലും അദ്ദേഹത്തെ ഇരുട്ടിന്റെ ആത്മാവിലും ഈ ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനകത്തും അദ്ദേഹത്തെ വിരൂപനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നസീർ സാറിന് അവസാനമായിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരുപക്ഷെ മാധ്യമപ്രവർത്തകൻ രവിമേനോൻ ചേട്ടനാണ്, നമ്മുടെ മാതൃഭൂമിയിലെ രവിമേനോൻ ചേട്ടനാണ്. അപ്പോൾ രവിയേട്ടൻ അന്ന് കേരളത്തിലുള്ളപ്പോഴാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്റർവ്യൂ ധ്വനി ഈ സെറ്റിലാണ് ചെന്നത് കോഴിക്കോട്. അപ്പോൾ രവിയേട്ടൻ പറയായിരുന്നു, അപ്പോൾ ഇത് ഇറങ്ങി വന്നപ്പോഴാണ് ഇപ്പോഴും ആ പഴയ ആ യൗവനം അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നോളം തന്നെ പിന്നെ അദ്ദേഹം എത്ര വിനയമുള്ള മനുഷ്യനാണ്. അദ്ദേഹം വളരെ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം വന്നു പറഞ്ഞെന്ന് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു തുടങ്ങി, ഞാൻ ജനിച്ചത് ചിറയൻകീഴാണ് പറഞ്ഞ് രവിയേട്ടൻ പറഞ്ഞു. സാർ അത് നമുക്കെല്ലാവർക്കും അറിയാം, സാറിൻ്റെ ചരിത്രം ഇന്ന് കേരളത്തിൽ പറയാൻ ആരും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാനെക്കുറിച്ച്. എനിക്കറിയാം, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വേറെ ആംഗിളിലാണ്. മലയാള സിനിമ ഏറ്റവും അധികം ഹിറ്റ് ഗാനങ്ങൾ സിനിമയിൽ ചുണ്ടനയ്ക്ക് അങ്ങാണല്ലോ, അതിനെ മറക്കാനാവാത്ത അനുഭവങ്ങൾ ചോദിച്ചത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ മലയാളത്തിലെ പാട്ടുരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത്, വലിയ ഹിറ്റ് പാട്ടുള്ള പിന്നിലുള്ള കഥകൾ, വളരെ രസകരമായ ഇന്റർവ്യൂ ആയിരുന്നു കേരളാവധിക്ക് വേണ്ടി ചെയ്തത്. ഈ ബാലേന്ദ്ര മേനോൻ ഇടയ്ക്ക് ഒരു കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പത്രപ്രവർത്തകനായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അദ്ദേഹം കമ്പനിയിൽ പറഞ്ഞിട്ട് നസീർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ തരപ്പെടുത്തി എടുത്തതിന് ശേഷം അദ്ദേഹം നേരെ ഇദ്ദേഹത്തെ ചെന്ന് കാണുകയാണ്. ആണെന്ന് ഇന്നയാളാണ്. അപ്പോഴേ നസീർ സാർ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, മേനോൻ ഒരു ജേർണലിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം മേനോൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം എൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്, ആത്യന്തിക ലക്ഷ്യം എന്താണ്, സിനിമാക്കാരനാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ പ്രശ്നം, കാര്യം നിസ്സാരം അതുപോലെയുള്ള സിനിമകളിലെല്ലാം നസീർ സാർ അഭിനയിക്കുന്നു. അവിടെ വെച്ച് നസീർ സാർ ഈ വിഷയം ഓർത്ത് വെച്ച് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ ഈ അടുത്തിടയ്ക്ക് മേനോൻ സാർ പറഞ്ഞത് അതിനകത്തുനിന്ന് ഞാൻ അങ്ങനെ കേൾക്കുകയുണ്ടായി. കാരണം നസീർ സാറിനെ പോലൊരാളെ ബാലേന്ദ്ര മേനോൻ അന്ന് സങ്കല്പിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്റെ. പിന്നെ വേറൊരു വലിയ അതിനകത്തൊരു യാദൃച്ഛികത ഉണ്ടായത്, നസീർ സാറിന്റെ മകനെ സിനിമയെ കൊണ്ടുവന്നു ഇതേ മേനോൻ തന്നെയാണ് പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രശ്നം ഗുരുതരം പോലെയുള്ള സിനിമകളിലൊക്കെ ഈ അതിഥി വേഷത്തിലാണെങ്കിൽ പോലും ഷാനവാസിന് റോള് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മക്കളെ സിനിമയെ കൊണ്ടുവരുന്ന ഒരു കൾച്ചർ തുടക്കമിട്ടത് അവിടെ ആയിരിക്കാം. കാരണം നസീർ സാറ് സ്ക്രീനിൽ ഇങ്ങനെ തിളങ്ങി മലയാളക്കാരെ കീഴടക്കിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മകനെ കൊണ്ടുവന്നാൽ എന്താണെന്നൊരു ആശയം. അതും ഓർക്കണം, ബാലേന്ദ്രന്റെ ഒരു ബുദ്ധിയാണ്. അതെ, അല്ല നമ്മളിപ്പോഴും സിനിമ കാണുമ്പോൾ അത് പാട്ടുരംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇപ്പോഴും കാണുമ്പോൾ അദ്ദേഹം പാടുകയാണെന്ന് തന്നെ തോന്നുന്നു. എനിക്ക് അസാമാന്യമായ സംഗീത ബോധം ഉള്ളിലുണ്ടാകുന്ന ഒരാളായിരുന്നിരിക്കും. അങ്ങനല്ലാത്ത ഒരാളിന് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ഒരിക്കലും പാട്ടുരംഗത്ത്. അന്ന് നമുക്കറിയാം, ഈ നാഗ്ര വഴി പാട്ടിട്ടിട്ട് ചുണ്ടനൊക്കെ അത് എഡിറ്റിങ്ങിൻ്റെ കഴിവാണോ അതോ ഈ ഷൂട്ട് ചെയ്തതിൻ്റെ മികവാണോ, അത് എന്തും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ ലിപ് മൂവ്മെൻറ്റ് അദ്ദേഹം അല്ല എന്ന് ഒരിക്കലും പറയും. അങ്ങനെ ചുണ്ടനക്കി പാടാൻ പിന്നെ മലയാള സിനിമ വന്ന ഒരു നടന്മാർക്കും ഇന്ത്യൻ സിനിമയിൽ തന്നെ സംശയമാണ് ആർക്കും പറ്റിക്കാണും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മദിനത്തിൽ നമ്മുടെ മലയാളം കണ്ട ഏറ്റവും നല്ല ഏറ്റവും മികച്ച ഒരു അഭിനേതാവിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഭാഗഭാക്കായതിൽ ഞങ്ങൾക്കും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്.